നമസ്കാരം. പണ്ട് എല്ലാവർക്കും സ്വന്തമായിട്ട് വാച്ചുകളില്ലായിരുന്നു, പക്ഷെ സമയം ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ എല്ലാവർക്കും ഒരു വാച്ചല്ല, പല വാച്ചുകളുണ്ട്. പല ബ്രാൻഡിലുള്ളത്, പല ഡിസൈനിലുള്ളത്, പല വലിപ്പത്തിലുള്ളത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആർക്കും തീരെ സമയമില്ല. ഇതൊരു വിരോധാഭാസമായി തോന്നാം, സംഗതി സത്യമാണ്. ഇന്ന് വാച്ചുകളുടെ ലോകം വളരെ വിശാലമായി കഴിഞ്ഞു. കേവലം സമയം അറിയുക എന്ന ആ ഒരു സൗകര്യത്തിൽ ഉപരിയായി മറ്റനേകം സൗകര്യങ്ങൾ ഒരു വാച്ചിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്കിന്നൊരു സ്മാർട്ട് ബാൻഡ് പരിചയപ്പെടാം. മാർട്ടിൻസ് ടൈം മീഡിയ ടെക് വേൾഡിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതോടൊപ്പം തന്നെ ടെക്നോളജിയുടെ വളർച്ചയെക്കുറിച്ചും ടെക്നിക്കൽ ഉപകരണങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സെഗ്മെന്റാണ് മാർട്ടിൻസ് ടൈം മീഡിയയുടെ ടെക് വേൾഡ്. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു ഉപകരണം ഒരു സ്മാർട്ട് ബാൻഡാണ്. ഫിറ്റ്നസ് ബാൻഡ് എന്ന് പറയാം. അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉപയോഗക്രമങ്ങളെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിൽ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് സമയം കാണിക്കുന്ന ഉപകരണത്തിൻ്റെ കാര്യത്തെക്കുറിച്ചായിരുന്നു. വാച്ച് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിന് ഒത്തിരി മാറ്റങ്ങൾ വന്നു. ശാസ്ത്രത്തിൻ്റെ പുരോഗതിക്കനുസരിച്ച് വാച്ചിനും രൂപമാറ്റം സംഭവിച്ചു. ഈ മൊബൈൽ ഫോണിൻ്റെ വരവോടെ ധാരാളം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നമുക്കിപ്പോൾ ഉപയോഗിക്കേണ്ട എന്നായിരിക്കുകയാണ്. ആ ഒരൊറ്റ സംഗതി കൊണ്ട് നടക്കുകയാണെങ്കിൽ പലതരം ഉപകരണങ്ങളും നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ ഈ ഒരൊറ്റ ഫോണിൽ നിന്ന് ലഭിക്കും എന്ന് പറഞ്ഞതുപോലെ വാച്ച് എന്നത് സമയം അറിയിക്കുക എന്ന ആ ഒരു രീതിയിൽ നിന്നും മാറിയിട്ട് ഇത് കെട്ടുന്ന ആളുടെ സമയം അടുത്തോ എന്ന് പോലും പറയുന്ന തരത്തിലുള്ള വാച്ചുകളാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് ഈ സ്മാർട്ട് ബാൻഡ് എന്നൊക്കെ പറയുന്നത്. ഞാൻ അല്പം ഹാസ്യരൂപേണ പറഞ്ഞതാണെങ്കിൽ പോലും ഈ സ്മാർട്ട് ബാൻഡുകൾ, ഫിറ്റ്നസ് ബാൻഡുകൾ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ഹാർട്ട് ബീറ്റ്സ് അനലൈസ് ചെയ്തിട്ട് ആ വ്യക്തിയുടെ ഹൃദയത്തിന് എന്തെങ്കിലും പാളിച്ചയുണ്ടോ, തകരാറുണ്ടോ, വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയിച്ചു തരുന്ന ബാൻഡുകളാണ് ഇന്ന് വിപണിയിൽ ലഭ്യമായിരിക്കുന്നത്. ധാരാളം പേര് അത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി പ്രയോജനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതാണ് റിയൽമി ബാൻഡ്. 3 വിവിധ വർണ്ണങ്ങളിൽ ഇത് ലഭ്യമാണ്. അതിൽ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതാണ് നമ്മളുടെ സ്മാർട്ട് ബാൻഡ്. ഡിസ്പ്ലേയിലുള്ള നമ്മൾ ഈ സ്റ്റിക്കർ നമുക്കൊന്ന് പീൽ ചെയ്യാം. ഇതിൻ്റെ കൂടെ മറ്റു വേറെ അധികം സംഗതികളൊന്നുമില്ല. ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് മാത്രമേ ഇതിൻ്റെ കൂടെയുള്ളൂ. പക്ഷേ അതിലെ എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. അത് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം. 0.96 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ചാർജറുകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് സംശയം തോന്നുന്നത് എന്താണ് ചാർജറില്ല, നമുക്കിത് ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് തോന്നും. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് USB എന്ന് പറയുന്ന ഭാഗത്തെ ആ സ്ട്രാപ്പ് ഊരുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സൗകര്യമുണ്ട്. ഇത് വളരെ പ്രയോജനപ്രദമായ ഒരു സൗകര്യം തന്നെയാണ്. കാരണം ഈ കേബിളുകൾ കൊണ്ട് നമ്മൾ നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു പവർ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ തന്നെ ചാർജറിൽ നിന്നോ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അതിങ്ങനെ ഒരു ചാർജറാണെങ്കിൽ നമ്മൾ കേബിളൊന്നും ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് കുത്തി ചാർജിനിട്ട് കഴിഞ്ഞാൽ ചാർജ് കയറിക്കൊള്ളും. അപ്പോൾ ഇത് വളരെ സൗകര്യപ്രദമാണ്. പ്രത്യേകിച്ച് നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വളരെ സൗകര്യപ്രദമായൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പവർ ബാങ്കിൽ നമുക്കിതുപോലെ പ്ലഗ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഈ വാച്ചിന് 5 ഫേസസ് ഉണ്ട്. ഈ സ്ക്രീൻ മുഴുവൻ ടച്ച് സൗകര്യമില്ല. ഇവിടെ ഒരു വൃത്തത്തിൽ കാണുന്ന കപ്പാസിറ്റി ടച്ച് ബട്ടൺ വഴിയാണ് മറ്റു ഓപ്ഷൻസും ഒക്കെ മാറ്റാൻ സാധിക്കുന്നത്. അല്ലാതെ ഈ ഡിസ്പ്ലേ മുഴുവൻ ടച്ച് അല്ല. ഈ താഴെ കാണുന്ന ചെറിയൊരു ഭാഗത്ത് മാത്രമേ ടച്ച് ഓപ്ഷൻ ഉള്ളൂ. ഈ ബാൻഡ് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതിൽ വലിയ കാര്യമില്ല. മറിച്ച് റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ അത് നമുക്ക് ഈ വാച്ചിൻ്റെ പൂർണ്ണ പ്രയോജനം ലഭിക്കുകയുള്ളൂ. റിയൽമി ലിങ്ക് എന്ന ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വഴി ഈ ബാൻഡിനെ നമുക്ക് ഈ മൊബൈൽ ഫോണിൽ നിന്ന് നിയന്ത്രിക്കുവാൻ സാധിക്കും. മാത്രമല്ല ഈ ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന സേവനങ്ങൾ തുലവും പരിമിതമാണ്. സേവനങ്ങളെല്ലാം കിടക്കുന്നത് ഇവിടെയാണ്. ഈ ബാൻഡിൻ്റെ 5 ഫേസസ് മാറ്റാൻ സാധിക്കുന്നതും മറ്റെല്ലാ സൗകര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ ആപ്ലിക്കേഷൻ വഴി ആയതുകൊണ്ട് ഈ ബാൻഡ് മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് അതിൻ്റെ പൂർണ്ണ പ്രയോജനം ലഭിക്കില്ല. ആപ്ലിക്കേഷൻ വഴി നമുക്കിതിനെ നിയന്ത്രിക്കാൻ സാധിക്കും. നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഒക്കെയുള്ള മെസ്സേജുകൾ നമുക്ക് ഈ ഫോണിലേക്ക് ലഭിക്കും. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇനി വേണ്ടെങ്കിൽ ഓഫാക്കിയിടാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി മാത്രമേ സാധിക്കൂ എന്ന ഒരു ചെറിയ പോരായ്മയും ഈ ബാൻഡിനുണ്ട്. അതുപോലെ തന്നെ ഈ സൂര്യപ്രകാശത്തിൽ, തീക്ഷ്ണമായ വെളിച്ചത്തിൽ ഇതിൻ്റെ സമയം നമുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല എന്നൊരു പരാതിയുണ്ട്. ഒരുപക്ഷെ നല്ലൊരു അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞേക്കും. മാത്രമല്ല ഉപയോഗിക്കുന്ന പലരും ഇതേക്കുറിച്ച് അങ്ങനെ ഒരു പരാതി പറഞ്ഞും കേൾക്കുന്നുണ്ട്. ഏതായാലും ഈ തുകയ്ക്ക് 1499 രൂപ എന്ന ഈ തുകയ്ക്ക് ലഭിക്കാവുന്ന ഒരു സ്മാർട്ട് ബാൻഡ് തന്നെയാണ് ഇത്. ഏതാണ്ട് 24 മണിക്കൂർ നമ്മളിത് ഉപയോഗിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് കമ്പനി ഇത് പുറത്തിറങ്ങിയിരിക്കുന്നത്. കാരണം നമ്മളെ ഉറക്കം എങ്ങനെയായിരുന്നു, എങ്ങനെ കിടന്നുറങ്ങി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. നമ്മൾ എത്ര ചുവട് നടന്നു, നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ എത്രമാത്രം കലോറി കത്തിത്തീരുന്നു. പ്രത്യേകിച്ച് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നി ഈ ഹാർട്ട് റേറ്റ് കൃത്യമായിട്ട് ECGയിലൊക്കെ കാണിക്കുന്ന പോലെയുള്ള ഒരു ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു വേരിയേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മുൻകൂട്ടി അറിയുവാനും അതിനനുസരിച്ചുള്ള ചൂടുകൾ വയ്ക്കുവാനും നമുക്ക് കഴിയും. അത് വളരെ സൗകര്യമുള്ളൊരു കാര്യമാണ്. ഇവിടെ ഈ ലൈറ്റ്
ഇവിടെ ഒരു ലൈറ്റ് കത്തുന്ന കാണുമ്പോൾ നമ്മുടെ ഓരോ 5 മിനിറ്റിലും നമ്മുടെ ഹാർട്ട് ബീറ്റിനെ അവൻ പരിശോധിച്ചിട്ട് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ നമ്മളെ അത് അറിയിക്കുന്നതായിരിക്കും. അതൊരു വലിയ സൗകര്യമാണ്. ഏതായാലും 120 ഗ്രാം മാത്രം ഭാരമുള്ള ഈ ബാൻഡ് 1499 രൂപയ്ക്ക് മുതൽക്കൂട്ടായിരിക്കും. അല്ലറ ചില്ലറ പരാധീനതകളും മറ്റും ഇതിനുണ്ട്. കാരണം റിയൽമിയുടെ ആദ്യത്തെ സംരംഭമാണ് ഈ ബാൻഡിൻ്റെ രംഗത്ത്. അതുകൊണ്ട് തന്നെ തുടർന്ന് വരുന്ന പ്രോഡക്റ്റുകളിൽ അവർ ആ കുറവുകളൊക്കെ നികത്തി നല്ല ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് കൈവിടാതിരിക്കാം. ഏതായാലും ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു സ്മാർട്ട് ബാൻഡ് അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് ബാൻഡ് ആവശ്യമുള്ളവർക്ക് തീർച്ചയായും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാൻഡ് തന്നെയാണിത്. ഒറ്റ ചാർജിൽ ഒരാഴ്ചയോളം പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്, പ്രവർത്തിക്കും എന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. കൂടാതെ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് നമ്മൾ അധികം സമയം അനങ്ങാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ അനങ്ങാതിരുന്നാൽ ശരിയാവില്ല, നിങ്ങളുടെ ശരീരം അനക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ള റിമൈൻഡർ ഒക്കെ ഇതിനകത്തുണ്ട്. അങ്ങനെ ധാരാളം ഫീച്ചേഴ്സ് ഇതിലുണ്ട്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുന്ന എല്ലാവർക്കും ഇതൊരു പ്രയോജനമുള്ള ഡിവൈസ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മൊബൈലിൽ നമ്മളെ തേടിയെത്തുന്ന ഫോൺ കോളുകൾ ആര് വിളിക്കുന്നു എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കും. അതൊരു വലിയ ഉപകാരമാണ്. കോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സമയമില്ല, താല്പര്യമില്ല എങ്കിൽ ഒരു ലോങ് പ്രസ് ഈ ചെറിയ ബട്ടണിൽ ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോൾ കട്ട് ചെയ്യാൻ സാധിക്കും. നീന്തുന്ന സമയത്തും മറ്റും സ്വിമ്മിങ്ങിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഇതിൽ വെള്ളം കയറില്ല എന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയത്തൊക്കെ നടന്നാലും വെള്ളം കയറി നശിച്ചു പോകുന്നുള്ള ഭയം വേണ്ട എന്നാണ് കമ്പനി പറയുന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റ് കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളുമായി വീണ്ടും നമുക്ക് കാണുന്നതുവരെ നന്ദി.